ഇന്ധനവില വർധനവിനെതിരെ പനയപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധവും കുതിരസവാരിയും സംഘടിപ്പിച്ചു. തുടരെ ഉണ്ടാകുന്ന ഇന്ധന വില വർധനയിൽ പ്രതിഷേധിച്ച് കുതിരസവാരിയും പ്രതിഷേധ ജ്വാലയും സംഘടിപ്പിച്ചു. പൊതുജനത്തെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഇന്ധന വില വർധന തുടർന്നാൽ പ്രാചീന കാലത്തെ യാത്രാ സൗകര്യങ്ങളെ ആശ്രയിക്കേണ്ട കാലത്തിലേക്കുള്ള ഓർമ്മപ്പെടുത്തലുമായി പനയപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. DCC അംഗം MA മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. KPCC ആഹ്വാനപ്രകാരം എല്ലാ മണ്ഡലങ്ങളിലും പ്രതിഷേധം നടത്തുകയാണ്. പ്രതിഷേധത്തിൻ്റെ കാരണം അകാരണമായ ഡീസൽ പെട്രോൾ വില വർധനയ്ക്കെതിരെയാണ്. 10 ദിവസത്തിൻ്റെ ഉള്ളിൽ 4 പ്രാവശ്യം വില വർദ്ധിപ്പിച്ചിരിക്കുന്നു. തീരുവ ഉൾപ്പെടെ ഏകദേശം 10 രൂപയാണ് 1 ലിറ്ററിന് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ക്രൂഡ് ഓയിലിന് അന്താരാഷ്ട്ര വിപണിയിൽ $100 താഴെ ആയിട്ടും വില കുറയ്ക്കാതെ വില വർദ്ധിപ്പിക്കുന്നു. അത് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ക്രൂഡ് ഓയിലിന് വില വർദ്ധിച്ചപ്പോൾ പെട്രോൾ കമ്പനികൾക്കുണ്ടായ നഷ്ടം നികത്തുന്നതിന് വേണ്ടിയാണ് ഈ വർധന എന്നുള്ളതാണ്. വിചിത്രമായ വാദമാണ് കേന്ദ്ര സർക്കാർ ഉന്നയിക്കുന്നത്. വില കുറയുമ്പോൾ വില കുറയ്ക്കില്ല, വില കൂട്ടി ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ ഈ നയങ്ങൾക്കെതിരെയാണ് ഇന്ന് കേരളമെമ്പാടും KPCC ആഹ്വാനപ്രകാരം ഈ പ്രതിഷേധം നടക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് TM റിഫാസ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ ഒരു പ്രതിഷേധ ജ്വാല തെളിയിക്കുകയാണ്. മോദി സർക്കാരിൻ്റെ ദുർഭരണം പൊതുജനത്തെ ഇരുട്ടിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഒരു ഇരുട്ടടി പോലെയാണ് ഇന്നിപ്പോൾ ഓരോ ദിവസവും ഇന്ധനവില വർധനവ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും ജനങ്ങൾക്ക് ഒരു വിധത്തിലും താങ്ങാൻ സാധിക്കാത്ത രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വാണിജ്യ സിലിണ്ടറിൽ വില കൂടിയപ്പോൾ ഓരോ ഭക്ഷണ സാധനത്തിനും, ചായക്ക് വരെയും ഇന്നിപ്പോൾ 10 രൂപ കൊടുത്ത് ചായ കുടിക്കുന്ന സാഹചര്യത്തിൽ ഇന്നിപ്പോൾ 12 രൂപയിലേക്ക് മാറിയിരിക്കുകയാണ്. 12-15 രൂപയിലേക്ക് മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഓരോ ഭക്ഷണ സാധനങ്ങളും. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ധനം, ഡീസലിനായാലും അതുപോലെ തന്നെ പെട്രോളിനും വില വർധനവ് വന്നേക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം വില വർധനവ് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാലോ ഇവിടെ ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക്, യുവാക്കൾക്ക് തൊഴിലില്ലായ്മ ഒരു വലിയ ഒരു വിഷയം തന്നെയാണ്. ആ തൊഴിലില്ലായ്മയിലൂടെ ആണ് ഇന്നിപ്പോൾ നമുക്ക് ബ്ലോക്ക് ഭാരവാഹികളായ ഹസീം ഹംസ, ഷമീർ വളവത്ത്, MU ഹാരിസ്, CM നവാബ്, K ഉബൈദ്, TA ഖലീൽ, MR ഷഹീർ, മഹിളാ കോൺഗ്രസ് നേതാക്കളായ ഷീജ സുധീർ, പുഷ്പ റോഷൻ, മീന രാജൻ, ജയന്തി പ്രേംനാഥ്, ലിജി പുന്നക്കൽ, സുരിത ഷമീർ, പുഷ്പ റോഷൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.